നമസ്കാരം, ഡെയിലി ന്യൂസ് കേരള ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഒരു അതിപ്രധാനമായ കവർ സ്റ്റോറിയാണ്. ഒരിക്കൽ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്ന നമ്മുടെ കേരളം ഇന്നൊരു വളരെ ഗുരുതരമായ ഒരു ചോദ്യം നേരിടുകയാണ്. ആ ചോദ്യം ഇതാണ്: കേരളത്തിലെ യുവാക്കൾ എന്തുകൊണ്ടാണ് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകുന്നത്? ഇന്ന് കേരളത്തിലെ പല വീടുകളിലും ഒരേ ഒരു സ്വപ്നമേ ഉള്ളൂ, വിദേശത്തേക്ക് പോകുക എന്നത്. ഡിഗ്രിയും PGയും കഴിഞ്ഞ ഉടൻ തന്നെ കാനഡ, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളാണുള്ളത്. ഓരോ ദിവസവും ഈ കണക്ക് ഇങ്ങനെ വർദ്ധിക്കുകയാണ്. പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ വിദേശത്ത് പഠനത്തിനും ജോലിക്കും അപേക്ഷിക്കുന്നു. യുവാക്കളുടെ എണ്ണം ദിവസേന വർദ്ധിക്കുകയാണ്. ഇതൊരു ആകസ്മികമായ പ്രതിഭാസമല്ല, ഇതൊരു ക്രമാനുഗതമായ ദൂരവ്യാപകമായ പ്രവണതയാണ്. ഇന്ന് പല യുവാക്കളും ഒരേ ഒരു കാര്യമാണ് പറയുന്നത്: കേരളത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം തൊഴിലവസരങ്ങൾ വളരെ കുറവാണ് എന്നതാണ്. ഉള്ള ജോലികൾക്ക് ശമ്പളം വളരെ കുറവും. അർഹിക്കുന്ന ഒരു ജോലി കിട്ടാൻ സർക്കാർ മേഖലയെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ ജോലിക്ക് വർഷങ്ങളോളം കാത്തിരിക്കുകയും ചെയ്യേണ്ടി വരുന്നു. സ്വകാര്യ മേഖലയിൽ ലഭ്യമായ ജോലികൾ പലപ്പോഴും കഠിനമായ ജോലിഭാരവും കുറഞ്ഞ വേതനവും വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരു യുവതലമുറക്ക് ആസ്വാദകരമല്ല. അതേസമയം വിദേശ രാജ്യങ്ങൾ നൽകുന്നത് മികച്ച ശമ്പളവും ജീവിത നിലവാരവുമാണ്. പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലി, അതുപോലെ മികച്ച വേതനം, സ്ഥിരമായ ഭാവി. ഇതാണ് യുവാക്കളെ വിദേശത്തേക്ക് ആകർഷിക്കുന്ന പ്രധാന കാരണം. കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളീയ പ്രൊഫഷണലുകൾക്കായി കൂടുതൽ വിസ ആനുകൂല്യങ്ങൾ കൊണ്ടുവരുന്നതും ഈ ഒരു പ്രവണതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. പല മാതാപിതാക്കളും ഇപ്പോൾ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: കുട്ടികൾക്ക് നല്ല ഭാവി കിട്ടുന്നിടത്തേക്ക് തന്നെ പോകട്ടെ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വീടുകളിൽ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. IELTS പഠന കേന്ദ്രങ്ങൾ, വിദേശ ഭാഷാ ക്ലാസുകൾ, ഇമിഗ്രേഷൻ ഏജൻസികൾ ഇവ കേരളത്തിൽ ഇന്ന് ഏറ്റവും ലാഭകരമായ ബിസിനസ്സുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് ഈ പ്രവണതയ്ക്ക് ഒരു സ്ഥിരതയും വ്യാപ്തിയുമുണ്ടെന്ന് തന്നെയാണ്. എന്നാൽ വിദഗ്ധർ ഇതിൽ ഗൗരവമായ ഒരു ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. യുവാക്കൾ ഇങ്ങനെ വലിയ തോതിൽ നാട് വിട്ടാൽ കേരളത്തിന്റെ ഭാവി തൊഴിലാളി ശക്തിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക. ആരോഗ്യ മേഖല, വ്യവസായ മേഖല, കൃഷി, IT ഈ മേഖലകളിലൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ തൊഴിലാളി ക്ഷാമം ഉണ്ടാകുന്നതാണ്. ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു: ബ്രെയിൻ ഡ്രെയിൻ അഥവാ ഭൗതിക ചോർച്ച ഒരു സംസ്ഥാനത്തിൻ്റെ വളർച്ചാശേഷിയെ ദശകങ്ങളോളം ബാധിക്കും എന്നാണ്. കേരളം ഇന്ന് ഈ അപകടത്തിൻ്റെ വക്കിലാണ്. ഇതാണ് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത്. ഇനി പ്രേക്ഷകരോട് ഒരു ചോദ്യം: കേരളത്തിലെ യുവാക്കൾ നാട് വിടുന്ന ഈ പ്രവണത ഇത് അവസരങ്ങളുടെ കുറവിൻ്റെ സൂചനയോ അതോ പുതിയ ലോകത്തിലേക്കുള്ള സ്വപ്നങ്ങളോ? ഉത്തരം നിങ്ങൾ തന്നെ നൽകണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. ഈ സുപ്രധാന ചർച്ചയ്ക്ക് നിങ്ങളും ഭാഗമാകണം. വീണ്ടും കാണാം. നന്ദി.